3 വർഷം കഴിഞ്ഞ് നമ്മുടെ വാഹനം കൊടുക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഡീഗ്രേഡേഷൻ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അപ്പോഴും കമ്പനി പറയുന്ന ട്രൂ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് 5 ഇയർ 60,000 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 3 ഇയർ കൊണ്ട് തന്നെ അത് എത്തുന്നതുകൊണ്ട് അത് എടുത്തില്ല. പക്ഷെ അത് വൻ മണ്ടത്തരമായി പോയി. കാരണം റീസെയിൽ വാല്യൂവിനെ അത് നല്ലപോലെ ബാധിച്ചു. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രം അനുഭവങ്ങളാണ്. എല്ലാവർക്കും ഇത് അനുഭവമില്ല. വളരെ മോശം അനുഭവം പറഞ്ഞ ആളുകളുണ്ട്. അതായത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴും ബാറ്ററി കംപ്ലൈൻറ്റ്, റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ലോണർ വണ്ടി കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇനി ഇൻ കേസ് നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതിയ ബാറ്ററി വാങ്ങണം എന്ന് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് പുതിയ ബാറ്ററി വാങ്ങുമ്പോൾ അതിനകത്ത് തീർച്ചയായും വാറണ്ടി കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പ് ഫ്യൂച്ചറീസ് ഇലക്ട്രിക് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പയ്യന് 6,000 രൂപയ്ക്ക് ബാറ്ററി റീവർക്ക് ചെയ്ത് ഇതർ കൊടുത്തിട്ടുണ്ട്. അതിൽ സംഭവം ഇന്ത്യയിൽ വരുന്ന എല്ലാ ഇലക്ട്രിക് 2 വീലർ ബ്രാൻഡുകൾക്കും ചില ഇലക്ട്രിക് 4 വീലർ ബ്രാൻഡുകൾക്കും ബാറ്ററി ഇഷ്യൂസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട്. അങ്ങനെ 3 വർഷത്തെ ഉപയോഗത്തിന് ശേഷം നമ്മൾ നമ്മുടെ എയ്തർ 450X വിറ്റു. അപ്പോൾ ഈ 3 വർഷം ഞാൻ യൂസ് ചെയ്തത് ഭൂരിഭാഗവും എയ്തർ തന്നെയായിരുന്നു. അത് വാങ്ങിയതിന് ശേഷമുള്ള എനിക്കുള്ള നല്ല അനുഭവങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ ഒരു 3 ഇയർ ലോങ് ടേം റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് കൊടുത്തപ്പോൾ എത്ര രൂപ കിട്ടി, കൊടുക്കുന്ന ടൈമിൽ ബാറ്ററി കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, വാറണ്ടി ഡീറ്റെയിൽസ്, ഇനി നിങ്ങൾ നാളെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര റീസെയിൽ വാല്യൂ എക്സ്പെക്ട് ചെയ്യാം, റീസെയിൽ വാല്യൂ ബെറ്റർ ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലസ് ആ 3 വർഷത്തെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് ഒരു 20,000 സബ്സ്ക്രൈബേഴ്സുള്ള EV കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മൾ 2021 ഡിസംബർ 31 ഡെലിവറി എടുത്ത എയ്തർ 450X ആണ്. അതുവരെ വലിയ കണ്ടൻറ്റ് ഒന്നും ഇല്ലായിരുന്ന ചാനൽ നമ്മൾ എയ്തർ എടുത്തതിന് ശേഷം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ 20,000 ഫോളോവേഴ്സ് ക്രോസ് ചെയ്തു. 20,000 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഇലക്ട്രിക് വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സ്. നമ്മൾ പൈസയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് ഏജൻസീനെ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമല്ല ഈ ഒരു കൗണ്ടിലേക്ക് എത്തിയത്. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പൈസ മുടക്കി ലക്ഷങ്ങളിലേക്ക് എത്താമായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഫോക്കസ്ഡ് ആയിട്ട് എന്നെ വിട്ടു പോവാത്ത കോറായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ ഫോളോവേഴ്സ് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ എയ്തർ കൊടുത്തു. കൊല്ലത്തുള്ളൊരു പയ്യനാണ് നമ്മൾ വണ്ടി കൊടുത്തത്. ഏകദേശം 1 മാസത്തോളമായി RC ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് പൈസ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്, അതിലേക്കൊന്നും നമ്മൾ വരുന്നില്ല. അപ്പോൾ കൊടുക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ കിടക്കുന്നുണ്ടല്ലോ, MG വിൻസർ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹോണ്ട ജാസ് ആണ്. തീരെ ഓട്ടം ഉണ്ടായിരുന്നില്ല. 7 കൊല്ലം കൊണ്ട് 35,000 കിലോമീറ്റർ നമ്മൾ ഓടിയുള്ളൂ. കാരണം ഒന്ന് ഫ്യൂവൽ കോസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു സിറ്റി യൂസിനാണെങ്കിൽ ഒരു 12 മൈലേജ് കിട്ടുക, ഹൈവേ യൂസ് ആണെങ്കിൽ മേ ബി ഒരു 18-20 ഒക്കെ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നമുക്ക് സിറ്റി യൂസാണ് കൂടുതലും, ഹൈവേ യൂസ് വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ എയ്തറിൽ തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ 3 വർഷം കൊണ്ട് നമ്മുടെ എയ്തർ 45,000 കിലോമീറ്റർ നമ്മൾ ഓടി. അപ്പോൾ ഇപ്പോൾ സിറ്റുവേഷൻസ് ചേഞ്ചായി. രണ്ടുപേർക്കും വേറെ വേറെ ജോലികളായി. വൈഫിന് ട്രിവാൻഡ്രത്താണ് ജോലി. അപ്പോൾ മന്ത്ലി 1 or 2 ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി വരണം. അപ്പോൾ അതിനൊരു 450-500 കിലോമീറ്റേഴ്സ് ഓട്ടം ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാസിലാണെങ്കിൽ 3,500-4,000 കിലോമീറ്റർ ഓട്ടം ആവും. പിന്നെ മറ്റ് ഫാക്ടറികളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ സേഫ്റ്റി. ഇപ്പോൾ മോള് വളർന്ന് വലുതായി വരികയാണ്. ഞങ്ങൾ എയ്തറിലാണ് ഭൂരിഭാഗം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വണ്ടിയിൽ സ്ഥിര സ്പേസ് അങ്ങനെ സുഖമായിട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഇപ്പോൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ നമ്മൾ എയ്തർ കൊടുക്കുകയല്ല, ഇതെടുത്തതിന് ശേഷം എയ്തർ കൊടുത്ത് ആ പൈസ നമ്മൾ അതിൻ്റെ ലോണിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കി കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ്. 4 വീലറുകാർക്കോ ആർക്കോ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ 2 വീലറുകാരുടെ അവസ്ഥ പറയേ വേണ്ട. പലയിടത്തും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി ഒരു ഫാക്ടറാണ്, ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ്. ശക്തമായിട്ടുള്ള മഴ വെയിൽ മാറി മാറി വരുന്നു. ഓഫീസിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നനഞ്ഞു കുളിച്ച് പോകേണ്ടി വരുന്നു. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വെയിലത്താണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടറുകളുണ്ട്. നമുക്ക് ഓട്ടം കൂടി, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കാറ് തന്നെ വേണം, സേഫ്റ്റി കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ എയ്തർ കൊടുക്കാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇല്ല. ലിറ്ററലി നമ്മൾ നോക്കിയാൽ വീക്കിലി ഒരു 10-15 കിലോമീറ്റർ ഓട്ടോ ഉള്ളൂ. ഈ വൈഫ് ഹൗസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി വരും. ഒരു 5.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതിനിവിടെ ഒരു BS6 ആക്റ്റീവ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് പോയി ഒരു 100 രൂപ പെട്രോൾ അടിച്ച് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പോയി വരാൻ പറ്റും. പിന്നെ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറേഷൻ 2 450X ആയിരുന്നു. സോ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററി വാറണ്ടി കാര്യങ്ങളെല്ലാം
വണ്ടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് വലിയ കാര്യമില്ലാത്ത ഓട്ടം ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ട് ഓടുന്നില്ല. വണ്ടി ഇങ്ങനെ വെറുതെ വെച്ചിട്ട് നാളെ ബാറ്ററി ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ വാറണ്ടി ഇല്ലാത്ത കാരണം നമുക്ക് പൈസ ചിലവ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ റീസെയിൽ വാല്യൂ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ് 3 വർഷമായിട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഡിസംബർ 31 നമ്മൾ Eider 450X എടുക്കുന്നത്. അന്ന് കമ്പനി പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്നത് എക്കോ മോഡിൽ റിയൽ റേഞ്ച് 85 കിലോമീറ്റേഴ്സ്. നമുക്ക് ഇനിഷ്യലി നമ്മളൊന്ന് ഓടിച്ചോടിച്ച് സെറ്റാവുന്നത് വരെ നമുക്ക് ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു തീർച്ചയായും. പക്ഷേ നമ്മൾ പിന്നീട് ഓടിച്ച് ബെറ്ററായി വന്ന് നമ്മൾ വാർപ്പ് മോഡൊക്കെ യൂസ് ചെയ്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ പഠിച്ച് സെറ്റായി വന്നപ്പോഴത്തേക്കും നമുക്ക് 100 വില കിട്ടുന്നുണ്ടായിരുന്നു. ജനറേഷൻ 2 Eider 450X തന്നെ 111 കിലോമീറ്റർ 116 കിലോമീറ്റർ ഓടിയ എൻ്റെ സുഹൃത്തുണ്ട് നാരായണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമ്പനി പറയുന്നതിനേക്കാളും കൂടുതൽ റേഞ്ച് അന്ന് കിട്ടുന്നുണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞ് നമ്മുടെ വാഹനം കൊടുക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഡീഗ്രേഡേഷൻ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അപ്പോഴും കമ്പനി പറയുന്ന ട്രൂ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ അത്രയും നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും SOH ചെക്ക് ചെയ്യാൻ വേണ്ടി സർവീസ് സെൻറ്ററിൽ വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് പോയപ്പോഴത്തേക്കും അവർ ചില വണ്ടികൾ ഇപ്പോൾ ലോക്ക്ഡ് ആയതുകൊണ്ട് അതിനകത്ത് SOH ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സെൽ ബാലൻസിങ് ചെക്ക് ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോഴും വെറും 1% താഴെ അപ്പോഴും അൺബാലൻസിങ് വാഹനത്തിലുണ്ടായിരുന്നുള്ളൂ. ലിറ്ററലി 5% കൂടുതൽ ഇംബാലൻസ് വന്നാലാണ് നമ്മുടെ ബാറ്ററി ഇഷ്യൂ ആണെന്നുള്ള സർവീസ് സെൻറ്റർ കൺഫേം ചെയ്യുക. നമ്മുടെ വണ്ടി 3 വർഷം ഓടിക്കഴിഞ്ഞിട്ട് 0.98% ഇംബാലൻസിങ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബാറ്ററി ആയിരുന്നു എന്നുള്ളത്. 45,000 കിലോമീറ്ററാണ് നമ്മൾ 3 വർഷം കൊണ്ട് ഓടിയത്. സോ 45,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞപ്പോഴും നമ്മുടെ സെൽസ് വെൽ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നാളെ വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കാണിച്ചു. ഞാൻ ഈ വണ്ടി വിൽക്കുമ്പോൾ ഈ സെൽ ബാലൻസിങ് കാര്യങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെയാണ് പുതിയ ബയർക്ക് കാണിച്ചു കൊടുത്തത്. അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല, എന്നാലും വളരെ ബാലൻസ്ഡ് ആണ് സെൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുത്തത്. പിന്നെ 3 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 45,000 കിലോമീറ്റർ നമ്മൾ ഓടി. ഒരിക്കൽ പോലും നമ്മുടെ വാഹനം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് റോട്ടിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല. നമുക്ക് ആകെ ഒരു തവണ ബെൽറ്റ് പൊട്ടിയതാണ് നമുക്ക് റോട്ടിൽ കിടക്കാനുണ്ടായ ഏക സിറ്റുവേഷൻ. അതല്ലാതെ നമ്മുടെ ചാർജ് തീർന്നോ ബാറ്ററി കംപ്ലൈൻറ്റ് വന്നോ ഒന്നും നമുക്ക് കിടക്കേണ്ടി വന്നിട്ടില്ല. മേ ബി ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോൾ അത് വർക്ക് ചെയ്യാത്തപ്പോൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. അതല്ലാതെ കട്ട റിലയബിൾ ആയിരുന്നു വാഹനം. പിന്നെ ബെൽറ്റ് പൊട്ടുന്ന കേസ് ഞാനും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ പൊട്ടി രണ്ടാമത്തെ ബെൽറ്റ്. അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RSA വിളിച്ചു. ഞാൻ വണ്ടി ഒരു ഷോപ്പിൻ്റെ അടുത്ത് വെച്ചു. അവർ വന്ന് വണ്ടി കൊണ്ടുപോയി ആലുവ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ബെൽറ്റൊക്കെ മാറ്റി. പിന്നെ വണ്ടി ഞാൻ അവിടെ നിന്ന് പോയെടുത്തു. അത് മാത്രമാണ് നമ്മൾ ഈ വണ്ടിയായിട്ട് റോട്ടിൽ കുറച്ച് നേരം സ്റ്റോളായി പോയിട്ടുള്ളൊരു സംഭവം. അതല്ലാതെ ചാർജ് തീർന്നു അങ്ങനെയൊന്നും നമ്മൾ കിടക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ബെൽറ്റ് പൊട്ടിയത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ആ ബെൽറ്റ് നോയ്സാണ്. പലർക്കും ഇതിലും മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതായത് എൻ്റെ പ്രശ്നം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പലർക്കും ഈ പറയുന്ന പോലെ കൺട്രോളർ ഇഷ്യൂ, മോട്ടർ ഇഷ്യൂ അല്ല, ബാറ്ററി ഇഷ്യൂസൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. ജനറേഷൻ 2 ആണെങ്കിലും 3 ആണെങ്കിലും പുതിയതാണെങ്കിലും ഒക്കെ എടുത്തവർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് നോയ്സ് ആയിരുന്നു. നോർമൽ ബെൽറ്റ് സൗണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഗ്രീസിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു തേർഡ് സർവീസ് 15,000 കിലോമീറ്റർ ഒക്കെ കഴിയുന്നവരെ വലിയ കുഴപ്പമില്ലാതിരുന്ന വണ്ടിക്ക് പിന്നീട് സൗണ്ട് പല രീതിയിൽ വരാൻ തുടങ്ങി. അതായത് ചില സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴായിരിക്കും സൗണ്ട്. അത് ഒരു ഫിക്സ് ചെയ്ത് വരുമ്പോൾ അടുത്ത തവണ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈയെടുത്ത് റീജിയനിലോട്ട് പോകുമ്പോൾ റീജിയൻ തിരിക്കുന്ന ടൈമിലായിരിക്കും സൗണ്ട്. ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലക്ക് പെരുത്തൊക്കെ കയറും. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങി എല്ലാ ശനിയാഴ്ചയും പോവും. അവരെ ഗ്രീസ് ചെയ്ത് തരും, ശരിയാക്കും. അവസാനം നമ്മൾ ട്വിറ്ററിലൊക്കെ ഇട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കമ്പനി ഏകദേശം 14,000 രൂപ അവരുടെ ചിലവിൽ തന്നെ നമുക്ക് ഫുള്ള് ബെൽറ്റ് പുള്ളീസ് കാര്യങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. പ്രൈമറി ബിൽറ്റ്, സെക്കൻഡറി ബിൽറ്റ്, ഇൻ്റർമീഡിയറ്റ് പുള്ളി ഇതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ വാഹനത്തിൽ 3 കൊല്ലം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ. അതല്ലാതെ ബെൽറ്റ് പൊട്ടിയതാണ്. പക്ഷേ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. അന്ന് RS കിട്ടിയതും വളരെ നല്ലതായിരുന്നു. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ എൻ്റെ Eiderൽ. ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ 10ൽ ഞാനൊരു 9.5 മാർക്ക് ഈ വാഹനത്തിന് കൊടുക്കും. എൻ്റെ അനുഭവമാണിത്. പലർക്കും ഇതേ അനുഭവം ആവണമെന്നില്ല. പിന്നെ ബാക്കി ഒരു 0.5 കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങൾക്കാണ്. വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുന്നത് 3 year 30,000 കിലോമീറ്റേഴ്സ് നമുക്കുള്ളൂ.
എയ്തറിൽ പൊതുവേ ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വെഹിക്കിൾ വാറൻറ്റിയാണ്. വെഹിക്കിൾ വാറൻറ്റി അന്നും നമ്മളോട് 3 ഇയർ 30,000 ആണ് പറഞ്ഞിരുന്നത്. ഇന്നും അത് തന്നെയാണ് വെഹിക്കിൾ വാറൻറ്റി. പക്ഷേ അത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെയർ ആൻഡ് ടയർ വരുന്ന പാർട്സ് കവർ ചെയ്യില്ല. ബെയറിങ്, ബെൽറ്റ്, മോട്ടർ ഇതൊന്നും മോട്ടറല്ല പുള്ളി കവർ ആവില്ല. നമുക്ക് മോട്ടർ, കൺട്രോളർ, അതിൻ്റെ കൺവേർട്ടർ, സ്ക്രീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യുക. പക്ഷേ മറ്റ് ബ്രാൻഡുകൾ നമുക്ക് 50,000 70,000 കിലോമീറ്റർ കൊടുക്കും. എയ്തർ മാത്രമാണ് ഇപ്പോഴും 3 വർഷം 30,000 കൊടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഇതിനിടയിൽ വെച്ചിട്ട് ഇവർ വാറൻറ്റിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ബെൽറ്റിൻ്റെയൊക്കെ. ആദ്യം വണ്ടി എടുക്കുന്ന ടൈമിൽ 3 ഇയർ 30,000 പറഞ്ഞു, സാറേ 30,000 കിലോമീറ്ററൊക്കെ ബെൽറ്റ് പോകും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് ജനറേഷൻ 3 ഒക്കെ വന്നപ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ ക്വാളിറ്റിയിലൊക്കെ കോംപ്രമൈസ് വന്നു. പെട്ടെന്ന് ബെൽറ്റൊക്കെ പൊട്ടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കമ്പനി നൈസായിട്ട് ബെൽറ്റ് വാറൻറ്റി ഇല്ല എന്നൊക്കെ ആക്കി. പിന്നെ അവർ പറഞ്ഞു 20,000 ആണ് പുതിയ വാഹനത്തിന് വരുന്ന ബെൽറ്റിൻ്റെ വാറൻറ്റി, അത് പൊട്ടി പുതിയതിടുമ്പോൾ 10,000. അപ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ കൂടിയതിനനുസരിച്ച് ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഒക്കെ ജനറേഷൻ 3 എത്തിയപ്പോഴത്തേക്കും അങ്ങോട്ട് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും പലർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ബെയറിങ്ങിൻ്റെ ഇഷ്യൂ, ബെൽറ്റിൻ്റെ ഇഷ്യൂ, നമ്മുടെ ബാറ്ററിയുടെ ഇഷ്യൂ. നമ്മളിപ്പോഴും സർവീസ് സെൻറ്ററിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാറ്ററികൾ അങ്ങോട്ട് അയക്കാനും തിരിച്ചു വരാനൊക്കെ കംപ്ലൈൻറ്റുകളായിട്ട് വരുന്നുണ്ട്. അത് എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. നമ്മുടെ നാട്ടിൽ സംഭവം ഇന്ത്യയിൽ വരുന്ന എല്ലാ ഇലക്ട്രിക് 2 വീലർ ബ്രാൻഡുകൾക്കും ചില ഇലക്ട്രിക് 4 വീലർ ബ്രാൻഡുകൾക്കും ബാറ്ററി ഇഷ്യൂസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ, കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ മാത്രം അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ഇതൊന്നും കൺസേൺ ആക്കിയിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഇപ്പോഴായിരുന്നെങ്കിൽ ഓല വാങ്ങുമായിരുന്നു എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് നാരായണൻ ബ്രോയുടെ കൂടെ. കാരണം അതിന് 2 റീസൺസാണ് ഉണ്ടായിരുന്നത്. കാരണം വണ്ടി എണ്ണം കൂടുന്നതിനനുസരിച്ച് സർവീസ് സെൻറ്റർ എക്സ്പാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. 2 വർക്ക് ബെഞ്ച് മാത്രമാണ് നമുക്ക് വൈറ്റിലയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നാളെടുത്തത് 6 പിന്നെ ആലുവയിൽ സർവീസ് സെൻറ്റർ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ബെറ്ററായി. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് വെച്ചാൽ ഗ്രിഡ്, പഴയ മോഡൽ എയ്തർ ഗ്രിഡ് നമ്മളെപ്പോൾ പോയാലും കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആക്കി പുതിയ മോഡൽ എയ്തർ ഗ്രിഡ് വന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളും ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ലിറ്ററലി ഞാൻ എൻ്റെ എയ്തറിൽ ആ ഒരു ഫ്രസ്ട്രേറ്റിംഗ് പീരീഡ്, ആ ഒരു ബെൽറ്റ് സൗണ്ട് വന്ന ഒരു പീരീഡ് മാറ്റി നിർത്തിയാൽ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ 10ൽ 9.5 ഞാൻ കൊടുക്കും. ബാക്കി ഈ വാറൻറ്റി എന്ന് പറയുന്ന കാര്യത്തിനാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വാറൻറ്റി അവർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്കി പാർട്സിന് ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് 8 80,000 ബാറ്ററിക്ക് ഉണ്ട്. അപ്പോൾ ബാറ്ററിക്ക് കൊടുക്കുന്ന പോലെ തന്നെ അത്രയും ഇല്ല എങ്കിലും ഒരു 3 ഇയർ 50,000 എങ്കിലും ബാക്കി എല്ലാ പാർട്സിനും കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. അത് മാത്രമാണ് ആ ഒരു 0.5 ഞാൻ കുറയ്ക്കാനുള്ള റീസൺ. സോ ഞാൻ 3 വർഷം ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് 45,000 കിലോമീറ്റർ യൂസ് ചെയ്ത് ഒരുപാട് പൈസ ലാഭിച്ചു. ഭയങ്കര ഒരു ഫ്രീഡം തന്നെയായിരുന്നു. ഞാൻ കൂടുതൽ സിറ്റി കിടന്ന് ഓടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചാർജിങ് ഒരുപാടൊന്നും എനിക്ക് ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടില്ല. റേഞ്ച് ആങ്സൈറ്റി ഉണ്ടായിട്ടില്ല. പിന്നെ റേഞ്ച് ആങ്സൈറ്റി വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ റിസ്കിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്താണ്. 85 എന്ന് പറയുന്ന റേഞ്ച് പോരാത്ത പോലെ ആ ടൈമിലൊക്കെ നമുക്ക് തോന്നും. ഷിപ്പ് ഇറങ്ങുന്ന വണ്ടികൾക്ക് 130 150 ഒക്കെ IDC പറയുന്നുണ്ട്. ആയതുകൊണ്ട് 130 ഒക്കെ എന്തായാലും കിട്ടും. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു കണ്ടീഷൻ. കൊടുക്കുന്ന ടൈമിൽ വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ക്രാച്ചസ് വണ്ടി വീണതിൻ്റെ ഉണ്ടായിരുന്നു. വെഹിക്കിൾ വാറൻറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വാറൻറ്റി കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ഇതാണ് കൺസേൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ ബയേഴ്സ് വരുമ്പോൾ അവർക്ക് ഉള്ള ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറൻറ്റി കഴിഞ്ഞു, ഇനി നമ്മൾ ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാൽ ഒരുപാട് പൈസ ആവില്ലേ എന്നൊക്കെയുള്ള കൺസേൺ ആയിരുന്നു. അതുകൊണ്ടാണ് 76,300 എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് നമ്മൾ എത്തിയത്. 75 ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ വണ്ടി അവർ കൊണ്ടുപോകാൻ ഡിലേ ആയി കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് ഞാൻ റിന്യൂ ചെയ്ത് ആ പൈസയും കൂടെ അവർ തരികയാണ് 76,300. അതിൽ പൈസ ഫുള്ള് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് പിന്നെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് ലാഭിച്ചത് കാരണം അതെനിക്ക് നല്ലൊരു വാല്യൂ ആയിട്ട് തോന്നി. പക്ഷേ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് 55,000 കിലോമീറ്റർ നമ്മൾ ഓടിച്ചെത്തിയില്ല. സോ എക്സ്റ്റെൻഡഡ് വാറൻറ്റി ഞാൻ എടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ മണ്ടത്തരം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ വണ്ടി വിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറൻറ്റി വരികയാണെങ്കിൽ എടുത്ത് വെക്കുക. ഇപ്പോൾ അന്ന് നമുക്ക് 5 ഇയർ 60,000 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 3 ഇയർ കൊണ്ട് തന്നെ അത് എത്തുന്നതുകൊണ്ട് അത് എടുത്തില്ല. പക്ഷെ അത് വൻ മണ്ടത്തരമായി പോയി. കാരണം റീസെയിൽ വാല്യൂവിനെ അത് നല്ലപോലെ ബാധിച്ചു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി 75 എന്നുള്ള അല്ലെങ്കിൽ 76 എന്നുള്ള നമുക്കൊരു 85 മേ ബി ഈവൻ 90 പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇത്രയും നാളായിട്ടുള്ള ഉണ്ടായിരുന്ന അനുഭവങ്ങളും നമ്മൾ കൊടുത്ത വില കാര്യങ്ങൾ, റീസെയിൽ വാല്യൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വണ്ടി നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. ഡാമേജുകൾ, സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത്
ക്ലെയിം ചെയ്ത് സെറ്റാക്കുക. കാരണം സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് താല്പര്യം കുറയും. പലരും ബയേഴ്സ് വന്നിട്ട് അത് പറഞ്ഞ് ചവിട്ടും. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. വണ്ടി മാക്സിമം നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക, കംപ്ലൈൻറ്റുകളൊന്നുമില്ലാതെ. പിന്നെ പറയാൻ പറ്റുമോ, ഒരു കേസ് എൻ്റെ ചാർജർ ഒരു തവണ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ സർവീസ് മാനേജറായിട്ടുള്ള നിഖിൽ അവരുടെ സ്പെയർ ചാർജർ തന്നു. പിന്നെ നമുക്ക് പുതിയ ചാർജറായിട്ട് റീപ്ലേസ് ചെയ്ത് തന്നു. അപ്പോൾ അതും നമുക്ക് വലിയൊരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞ് നാളെ ചാർജർ കംപ്ലൈൻ്റ് ആയാൽ 20,000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയാൽ 50,000 70,000 കൊടുക്കണ്ടേ എന്നുള്ളൊരു കൺസേൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ വാറണ്ടി കഴിഞ്ഞ് നമുക്ക് ഓട്ടോ ഒക്കെ കുറഞ്ഞപ്പോഴത്തേക്കും വണ്ടി കൊടുക്കാനുള്ളൊരു ഇത്. റീസെയിൽ വാല്യൂവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പൊതുവേ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങിച്ച് നാളെ കൊടുക്കുമ്പോൾ തന്നെ അതിന് വലിയ വാല്യൂ ഒന്നുമില്ല, ഭയങ്കര ഡിപ്രീസിയേഷനാണ്. അതിനേക്കാളും മോശമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ. അതായത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനം ഇപ്പോൾ വിൻസർ ആണെങ്കിൽ എടുക്കുന്നവരോട് ഞാൻ പറയാം, കൊടുക്കാൻ പ്ലാനുണ്ട്, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യാതെ കൊടുക്കാൻ പ്ലാനുണ്ട്, എടുക്കരുത് എന്നാണ് ഞാൻ പറയാറുള്ളത്. അത് തന്നെയാണ് ഇലക്ട്രിക് ടൂ വീലറുടെ കേസുകൾ. കാരണം ഇലക്ട്രിക് ടൂ വീലറിൻ്റെ മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം ആളുകൾക്ക് ഈ പറയുന്ന പോലെ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഉള്ളത് കൊണ്ട് പലരും രണ്ടാമത് എടുക്കാൻ റെഡിയാണ്. കാരണം കാറിൻ്റെ അത്രയും റേറ്റ് നമ്മൾ ടൂ വീലറിനൊന്നും കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ആളുകളുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി കഴിഞ്ഞാൽ ബാറ്ററി മാറാൻ 50,000 ആവില്ലേ, 70,000 ആവില്ലേ, ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ 8 ലക്ഷം ആവില്ലേ, 10 ലക്ഷം ആവില്ലേ എന്നൊക്കെയുള്ളതാണ് ആളുകളുടെ കൺസേൺ. അപ്പോൾ ആളുകൾ ഒന്നും മടിയും സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ. അങ്ങനെയാണ് ഈ ഇലക്ട്രിക് വാഹന സെഗ്മെൻറ്റിൽ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് കുറയുന്നത്. അത് തന്നെയാണ് ഈതറിൻ്റെ കേസിൽ 1,61,000 വാങ്ങിയ വണ്ടി 3 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ 76 രൂപ എന്ന് പറഞ്ഞാൽ ജനറലി നോക്കിയാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. പക്ഷേ നമ്മൾ ഓടി ലാഭിച്ച എമൗണ്ടൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് തീരെ നഷ്ടമില്ല, എനിക്ക് ലാഭത്തോട് ലാഭമേ ഉള്ളൂ. അത് ഏൺ ചെയ്ത് തന്നത് നമ്മുടെ ഈതർ യൂട്യൂബ് വഴിയാണ്. അപ്പോൾ അതാണ് റീസെയിൽ വാല്യൂവിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് ഞാൻ പറയാം, പൊതുവേ ഇലക്ട്രിക് വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിക് വാഹനത്തിലേക്ക് വന്നാൽ മതി. സംഭവം ശരിയാണ്, നമുക്ക് ഓടിക്കാൻ സുഖമാണ്, ഗിയർ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈ പറയുന്ന പോലെ നല്ല ആക്സിലറേഷൻ കിട്ടും, റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടേം യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രം വാഹനങ്ങൾ വാങ്ങിക്കുക. ഇതല്ല എങ്കിൽ നമ്മൾ കൊടുക്കാൻ നേരത്തെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം, എൻ്റെ വണ്ടിയുടെ ഹെൽത്ത് ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ ഇത്ര വർഷം കൂടെ വാറണ്ടി ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ എന്നുള്ളൊരു കേസ്. ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് 8 കൊല്ലം 80,000 കിലോമീറ്ററൊക്കെ വാറണ്ടി വരുന്നുണ്ട്. അത് നൈസായിട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെയാണ് ഒരു റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത്. അത്രയൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ജനറേഷൻ 3 എൻ്റെ സുഹൃത്ത് ഈ അടുത്ത് കൊടുത്തത് 5 year 60,000 വാറണ്ടിയുള്ള വാഹനം കൊടുത്തത് 1,10,000 രൂപയ്ക്ക് എന്തോ ആണ്. നല്ലൊരു വാല്യൂ ആണ്. എന്നിട്ട് അവൻ പുതിയ ഈതർ 450Xലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രം അനുഭവങ്ങളാണ്. എല്ലാവർക്കും ഇത് അനുഭവമില്ല. വളരെ മോശം അനുഭവം പറഞ്ഞ ആളുകളുണ്ട്. അതായത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴും ബാറ്ററി കംപ്ലൈൻറ്റ്, റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ലോണർ വണ്ടി കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇനി ഞാൻ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ വെഹിക്കിൾ വാറണ്ടി പീരീഡിലാണെങ്കിൽ നമ്മുടെ ബാറ്ററിക്കൊക്കെ ഇഷ്യൂ വന്നാൽ അവരത് റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ചെയ്തു തരും, വേറെ കോസ്റ്റ് ഒന്നും വരില്ല. ഇനി വാറണ്ടി കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പ് ഫ്യൂച്ചറീസ് ഇലക്ട്രിക് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പയ്യന് 6,000 രൂപയ്ക്ക് ബാറ്ററി റീവർക്ക് ചെയ്ത് ഇതർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവഞ്ച്വലി വീണ്ടും പുള്ളിക്ക് കംപ്ലയിൻറ്റ് വന്ന് പോയി എങ്കിൽ പോലും നമുക്ക് ഈ ഒരു 6,000 രൂപയ്ക്കൊക്കെ ബാറ്ററി റീവർക്ക് ചെയ്ത് കിട്ടാമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു റീഫർബിഷ്ഡ് ബാറ്ററീസ് ഇനി ഇഷ്ടം പോലെ വരും, അതുകൊണ്ട് പേടിക്കണ്ട, വലിയ റേറ്റ് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ കംപ്ലയിൻറ്റ് വന്ന ബാറ്ററി അവർ കൊണ്ടുപോയിട്ട് അവരത് റീവർക്ക് ചെയ്ത് അത് റീഫർബിഷ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ വാറണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഫുൾ കാശ് കൊടുക്കണം എന്ന് നിർബന്ധം വരില്ല. ഇനി ഇൻ കേസ് നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതിയ ബാറ്ററി വാങ്ങണം എന്ന് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് പുതിയ ബാറ്ററി വാങ്ങുമ്പോൾ അതിനകത്ത് തീർച്ചയായും വാറണ്ടി കിട്ടും എന്ന് തന്നെയാണ് ഒരു സർവീസ് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം നമ്മൾ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്യുന്നത്, ഇതങ്ങനെയല്ല. നമ്മൾ കാശ് കൊടുത്ത് ഇപ്പോൾ 50,000 60,000 കൊടുത്തൊരു ബാറ്ററി വാങ്ങിയാൽ തന്നെ അതിന് വീണ്ടും വാറണ്ടി കിട്ടും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. എത്ര വർഷമായിരിക്കും ജനറലി നമ്മുടെ വണ്ടിക്ക് സാധാരണ വരുന്ന അതേ ബാറ്ററി വാറണ്ടി ആണോ എന്ന് അറിയില്ല, അതൊക്കെ നമ്മൾ കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് വാറണ്ടി ഇപ്പോൾ 5 year 60,000 അല്ലെങ്കിൽ 8 year 80,000 എന്ന് പറയുമ്പോൾ തന്നെ 60,000 അല്ലെങ്കിൽ 80,000 ഓടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിലയുടെ വണ്ടിയുടെ വിലയിൽ കൂടുതൽ ലാഭമായി കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ബാറ്ററി മാറി അതിന് വീണ്ടും വാറണ്ടി ഉണ്ട്, വീണ്ടും നമുക്ക് ഓടിക്കാൻ പറ്റിയ ടു ബി ഓണസ്റ്റ് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്കിപ്പോൾ വണ്ടി കൊടുത്തത് കാരണം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതില്ല. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടതില്ല. അടുത്ത ആഴ്ച നമ്മളിനി
എയ്തറിൻ്റെ പുതിയ 2025 മോഡലിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ടു വീലറുകളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് അടിക്കടി ഇപ്പോൾ ടു വീലറിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. മിൻസറിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് 3 വർഷം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വന്നാൽ എല്ലാ സാധനങ്ങളും മൂലം കംപ്ലൈൻറ്റുകൾ വരാതിരിക്കാം. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എയ്തർ ഞാൻ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഇലക്ട്രിക് ടു വീലേഴ്സിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐദർ iQube അല്ലെങ്കിൽ എയ്തർ ആയിരിക്കും. പുതിയ എയ്തറിൽ ഒരുപാട് ഫീച്ചേഴ്സ് 2025 വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാറ്റ് നേവി ബ്ലൂ കളറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ ആദ്യമേ അവർക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കളറാണ്. ഇപ്പോൾ എന്തായാലും ഇനി ഇലക്ട്രിക് ടു വീലർ എന്നല്ല, ടു വീലറിലേക്ക് തിരിച്ചു പോക്ക് വളരെ കുറവായിരിക്കും. ഇൻ കേസ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിൻസർ വല്ല കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് റോട്ടിൽ കിടന്നാലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുള്ളൂ. അതുവരെ എന്തായാലും 4 വീലർ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.